ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ്ട് വിശേഷം? നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങുകയാണ്. എക്സസൈസ് പേജ് നമ്പർ 10 നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യും. ഓക്കെ, ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ഒഴിച്ച് നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യും. ഇതിനു വേണ്ടി നമുക്ക് ഈ ചാപ്റ്റർ തറോ ആക്കണം. എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ എഴുതണം. അത് ഫോർമുലാസ് എല്ലാം കാണാതെ പഠിച്ചിട്ട് കാണാതെ പഠിക്കില്ല. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചു. നമുക്ക് അതാണ് കാണാപിടുത്തമില്ല. നമ്മൾ ചെയ്ത് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതലായിട്ട് നിങ്ങൾ അതിൽ തറവായിട്ട് അങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. മനസ്സിലായോ? ഞാൻ ഉറപ്പ് തരാം, നിങ്ങളെ ഫുൾ മാർക്ക് ചെയ്യാൻ മേടിപ്പിക്കാം. ഓക്കെ, നമ്മൾ പുതിയൊരു വർഷം തുടങ്ങുവാണ്. നന്നായിട്ട് പോട്ടെ. എപ്പോഴും എൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ മക്കൾ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസ് ഫ്രം ഈക്വലാറ്റർ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെന്റഗൺ ആൻഡ് സോ. ഇവിടെ നമ്പർ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതിൻ്റെയൊക്കെയാണ്? ഈക്വലാറ്റർ ട്രയാങ്കിൾ. ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിൾ ആണ്, എല്ലാ വശങ്ങളും ഈക്വൽ ആണ്, അതുപോലെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആണല്ലോ, ഈ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. 3 സൈഡ്സ്. പിന്നെ പറഞ്ഞിരിക്കുന്ന സ്ക്വയർ, എത്ര സൈഡ്? 4 സൈഡ്സ്. പിന്നെ പറഞ്ഞിരിക്കുന്ന പെന്റഗൺ, റെഗുലർ പെന്റഗൺ. റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞാൽ പെന്റഗണും റെഗുലർ പെന്റഗണും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ? പെന്റഗൺ എന്ന് പറഞ്ഞാൽ പെന്റഗൺ. ഓക്കെ, 5 സൈഡ്സ് ഉണ്ട്. സൈഡ് എത്ര വേണമെങ്കിലും ആകാം, വ്യത്യാസമാകാം. സൈഡ്സിന്റെ ലെങ്ത്, അതുപോലെ ആംഗിൾസും വ്യത്യാസമാകാം. പക്ഷേ റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെഗുലർ എന്ന വാക്ക്, റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഒക്ടഗൺ, എന്ത് വേണേലും ആകാം. എന്തായാലും റെഗുലർ നീളത്തിലുണ്ടെങ്കിൽ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും, എല്ലാ ആംഗിൾസും തുല്യമായിരിക്കും. മനസ്സിലായില്ലേ? ഇനി മറക്കരുത്, ഇല്ല. ഓക്കെ, നമുക്ക് ആദ്യത്തെ എഴുതാം. നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ്. സീക്വൻസ് ഓഫ്, നിങ്ങൾ അങ്ങനെ എഴുതണേ. സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് സൈഡ്സ് എത്രയായിരിക്കും? നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് ആദ്യം പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ. അപ്പൊ എത്രയാണ്? 3. ഇതാകുമ്പോഴത്തേക്കും 4, ഇതാകുമ്പോ 5. അടുത്ത ഹെക്സഗൺ വന്നിട്ടുണ്ട് 6. അതങ്ങനെ അങ്ങനെ പോകും. അതാണ് അതിന്റെ സീക്വൻസ്. അപ് ടു നമുക്ക് എന്നാന്ന് എഴുതാം? n വരെ എന്ന് എഴുതാം. അപ് ടു n എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എഴുതേണ്ടത്, അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഓരോന്നുള്ള ട്രയാങ്കിൾസ്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് ഫിഗർ. എത്ര ട്രയാങ്കിൾസ് കാണുമെന്ന് അറിയാവോ? നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസിൽ നമ്മുടെ 3 സൈഡ്സുള്ള ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എത്ര ട്രയാങ്കിൾ ഉണ്ട് അതിനകത്ത്? 1 ട്രയാങ്കിൾ. ഇനി അടുത്ത പോളിഗൺ ഏതാണ്? ഇതൊന്നും പോളിഗൺസ് അല്ലേ? 4 വശമുള്ള പോളിഗണാണ് സ്ക്വയർ. 3 സൈഡ്സ് ഉള്ള പോളിഗണാണ് ട്രയാങ്കിൾ. അപ്പൊ നമ്മുടെ ഏറ്റവും ചെറിയ പോളിഗൺ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ആയിരിക്കും. ഏറ്റവും വലുത് എത്ര വേണേലും ആകാം. അപ്പം ഇതിനകത്ത് എത്ര ട്രയാങ്കിൾസ് കാണുമെന്ന് അറിയാം? സ്ക്വയറിനകത്ത് 2 ട്രയാങ്കിൾസ് കാണും. അതുപോലെ പെന്റഗൺ വരുമ്പോൾ എത്ര ട്രയാങ്കിൾസ് കാണും? 3. അടുത്ത ഫിഗർ ആണെങ്കിൽ ഹെക്സഗൺ ആണെങ്കിൽ 4 ട്രയാങ്കിൾസ്. ഇങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ഇത് നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് ആണ്. എത്രയായിരുന്നു മക്കളെ? 3, 4, 5, 6 അങ്ങനെ പോകും. നമ്മൾ അതിനകത്തും ഒരു സ്റ്റെപ്പ് കൂടുതൽ എഴുതി ഓരോന്നിലും എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന്. ഇത് എന്തിനാ എഴുതിയെന്ന് അറിയാവോ? നമ്മൾ ഇന്നർ ആംഗിൾസ് ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അത് എളുപ്പമാകാൻ വേണ്ടിയാണ്. അപ്പം ഓർത്ത് വെക്കുക, ഇതിന് മാർക്കല്ല. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ട്രയാങ്കിൾസ് ഉണ്ട്, 2 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ട്. പെന്റഗൺ എന്ന് പറഞ്ഞാൽ 3 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ട്. അതങ്ങനെ അങ്ങനെ പോകും കേട്ടോ. ഇപ്പൊ നമുക്ക് അടുത്തത് സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ സീക്വൻസ് എഴുതാൻ പോവാ. ഇന്നർ ആംഗിൾസ്. അപ്പൊ ആദ്യത്തെ ഫിഗർ ഏതാണ്? ട്രയാങ്കിൾ. അതിന്റെ എത്ര ഇന്നർ ആംഗിൾ? ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 180. എത്രയായിരിക്കും? 3 കൂട്ടിയാൽ എത്ര വരണം? 180. അപ്പൊ ഫസ്റ്റ് ആംഗിള് 180. ആരുടെ? ട്രയാങ്കിളിന്റെ. ഇനി അടുത്ത ആരാ? സ്ക്വയർ. സ്ക്വയറിനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു? 2 ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാ? 180. അപ്പൊ 2 ട്രയാങ്കിളിന്റെ ആണ് 2 × 180. അപ്പൊ പെന്റഗൺ ആണെങ്കിലോ 3 × 180. അങ്ങനെ പോകും. മനസ്സിലായോ? അതായത് ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാ? 180. നമ്മൾ പറഞ്ഞ അടുത്ത ഫിഗർ ആയ സ്ക്വയറിൽ 2 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അതാണ് ഈ സ്റ്റെപ്പുകൾ എഴുതിയിരിക്കുന്നത്. 2 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അപ്പം ടോട്ടൽ ഇന്റീരിയർ ആംഗിൾസ് എത്ര വരും? 180. 2 × 180. പെന്റഗണിലാണെങ്കിൽ 3 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അപ്പം 3 × 180. അപ്പൊ നമുക്ക് എത്ര വരും? അതിന്റെ സീക്വൻസ് എഴുതിക്കേ. 180 × 2 × 180 എത്രയാ? 360. 3 × 180 എത്രയാ? 540. അങ്ങനെ പോകും. അതിന്റെ സീക്വൻസ് കിട്ടി. മനസ്സിലായല്ലോ? തേർഡും കൂടി ഇവിടെ എഴുതട്ടെ. സം ഓഫ് ഔട്ടർ ആംഗിൾ. സം ഓഫ് ഔട്ടർ ആംഗിൾ. നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. 9th 8th എനിക്ക് ശരിക്കും ഓർമ്മയില്ല.
സം ഓഫ് ഔട്ടർ ആംഗിൾ. ഇന്നർ ആംഗിൾസ് മാറിക്കൊണ്ടിരിക്കും. ഇന്നർ അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയും കേട്ടോ. ഇന്റീരിയർ ആംഗിൾസ് മാറിക്കൊണ്ടിരിക്കും, അതായത് സൈഡ്സ് മാറുന്നതനുസരിച്ച് നമ്മുടെ പോളിഗന്റെ സൈഡ്സ് 3 സൈഡ് 4 സൈഡ് 5 സൈഡ് എന്നൊക്കെ ഇന്നർ ആംഗിൾസ് മാറിയുണ്ടോ. 3 സൈഡ്സിന് 180, 4ന് 360. പക്ഷേ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾസ്, വേറൊരു പേരാണ് എക്സ്റ്റീരിയർ, വെളിയിലുള്ള ആംഗിൾ, അതിന് മാറ്റമില്ല. എല്ലാത്തിനും എത്രയായിരിക്കും? 360. അപ്പൊ അതിന്റെ സീക്വൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം, 360 360. അതെ, എത്ര സൈഡുള്ള ഫിഗർ ആയിക്കോട്ടെ, 100 സൈഡുള്ള ഒരു പോളിഗൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 10 സൈഡുള്ള പോളിഗൺ ആയിക്കോട്ടെ, എന്നെ എടുത്താലും ഇന്നർ ആംഗിളിന് വ്യത്യാസമുണ്ട്. പക്ഷേ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എപ്പോഴും ടോട്ടൽ എത്രയേ വരത്തുള്ളൂ? 360. അത് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒത്തിരി നേരം എടുക്കും. നിങ്ങളത് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇനി അതിന്റെ ചാപ്റ്റർ വരുമ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം 3 നമ്മൾ ചെയ്തു. ഇനി അടുത്ത 4ഉം 5ഉം കൂടെ ചെയ്യാം. ഫോർത്ത് വൺ എന്നാ ക്വസ്റ്റ്യൻ? ഫോർത്ത് പറഞ്ഞിരിക്കുന്നത് 1 ഇന്നർ ആംഗിൾ. 1 ഇന്നർ ആംഗിളിന്റെ 1 ഇന്നർ ആംഗിൾ. ഓക്കെ, ആദ്യത്തെ ഫിഗർ ഏതായിരുന്നു? ട്രയാങ്കിൾ. ട്രയാങ്കിളിന് ടോട്ടൽ ആംഗിൾ എത്രയായിരുന്നു? ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ 180 അല്ലേ? അപ്പൊ ഒരാംഗിൾ എത്രയായിരിക്കും? 3 ആംഗിളും കൂടെ കൂട്ടിയാൽ, അതായത് ട്രയാങ്കിളിന് എത്ര ആംഗിൾ ഉണ്ട്? ഫിഗർ ഇച്ചിരി വലുതായിട്ട് വരയ്ക്കാതെ. ട്രയാങ്കിളിന് 3 ആംഗിൾസ് ഉണ്ട്. 3 ആംഗിൾസ് കൂടെ കൂട്ടുമ്പോഴാണ് 180. നമ്മളോട് ചോദിച്ചാൽ ഒരെണ്ണം കാണാൻ എന്നാ ചെയ്താൽ മതി? 180യെ ടോട്ടൽ ആംഗിളിനെ എത്ര ആംഗിൾ ഉണ്ടോ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര ആംഗിൾ ഉണ്ട്? 3. അങ്ങനെയാണെങ്കിൽ അടുത്ത ആരാ? അടുത്ത സ്ക്വയർ. സ്ക്വയറിന്റെ എത്രയാണോ നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയത്? ഇവിടെ നമ്മൾ ഇന്നർ ആംഗിൾസ് ചെയ്ത് എടുത്തായിരുന്നു കേട്ടോ. എത്രയായിരുന്നു? 360. അപ്പൊ അതിനകത്ത് എത്ര ആംഗിൾസ് വരും? 360കകത്ത്, അതായത് സ്ക്വയറിനകത്ത് എത്ര ആംഗിൾസ് വരും? 4 ആംഗിൾ. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അടുത്ത പെന്റഗൺ. പെന്റഗൺ എത്രയാണ് നമുക്ക് വന്നത്? ടോട്ടൽ ആംഗിൾ 540 വന്നു. എത്ര ആംഗിൾ ഉണ്ട്? നമ്പർ ഓഫ് ആംഗിൾസ് എത്രയുണ്ട്? 5. അങ്ങനെ പോകും. നമുക്ക് ഒന്നിനെ ഡിവൈഡ് ചെയ്ത് എഴുതാം. ഇത് എത്ര വരും? 60. 180യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60. ഇനി 360യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 90 അല്ലേ? ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 4 5 5 105 ഡിഗ്രി. ഡിഗ്രി ഇടണ്ട, ഇങ്ങനെ നീണ്ടു പോകും. മനസ്സിലായോ മക്കളെ? എങ്ങനെയാണ് 1 ഇന്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ? ഓരോന്നിന്റെ ടോട്ടൽ ആംഗിൾ നമുക്ക് കിട്ടി. ടോട്ടൽ ആംഗിളിനെ അവരുടെ എണ്ണം കൊണ്ട്, അതായത് എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര സൈഡ് ഉണ്ടോ അത്ര ആംഗിൾസ് ആയിരിക്കും അതിനകത്തുള്ളത്. അപ്പൊ ട്രയാങ്കിൾ ആകുമ്പോൾ എത്ര സൈഡാ? 3. ഇനി സ്ക്വയർ ആകുമ്പോൾ എത്ര സൈഡാണ്? 4 സൈഡ്. 4 സൈഡ് മീൻസ് 4 ആംഗിൾസ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി പെന്റഗൺ ആകുമ്പോഴത്തേക്ക് എത്ര സൈഡ്സ്? 5 സൈഡ്സ്. അപ്പൊ 5 ആംഗിൾസ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഓരോ ഇന്നർ ആംഗിൾസും കിട്ടും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഔട്ടർ ആംഗിൾ. ഔട്ടർ ആംഗിളിന്റെ എഴുതാം. ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എല്ലാ ഔട്ടർ ആംഗിളും സെയിം ആണല്ലോ. എത്ര വരുന്നേ? 360 വരുന്നത്. പക്ഷെ സൈഡ്സ് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ 360/3. നെക്സ്റ്റ് സ്ക്വയറിന് എത്ര വരും? 360/4. അടുത്ത പെന്റഗൺ 360/5. മനസ്സിലായോ? ഇവിടെ നമ്മൾ ഇന്നർ ആംഗിൾസിന്റെ കണ്ടപ്പോഴത്തേക്കും ഇന്നർ ആംഗിൾസ് വ്യത്യാസമുണ്ട്. ഓരോന്നിനെ അവരുടെ സൈഡ്സ് വെച്ച് ഡിവൈഡ് ചെയ്തു. ഇവിടെ നമ്മൾ ഔട്ടർ ആംഗിൾ ചെയ്യുമ്പോൾ എല്ലാം 360 പക്ഷെ ഡിവിഷൻ മാത്രം ഡിവൈഡ് ചെയ്യുന്ന 3 4 5 സൈഡ് മാത്രമേ മാറത്തുള്ളൂ. അപ്പൊ ആദ്യത്തെ എത്ര വരും? 120. അടുത്ത എത്ര വരും? 9 അടുത്ത എത്ര വരും? 7 5 35 10 അല്ലേ? ഇതുണ്ടോ? 120 90 75. ഇതായിരിക്കും ഇവരുടെ സീക്വൻസ്. 90 75 അല്ലല്ലോ. എത്രയാണ്? 35 സോറി, 72 75 അല്ല 72. 120 90 72. മനസ്സിലായല്ലോ? അപ്പൊ ഈ വീഡിയോ 2 പ്രാവശ്യം കാണണം കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇച്ചിരി സംശയം വരുന്നത്. അതായത് 1 ഇന്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത്. 1 ഇന്റീരിയർ ആംഗിൾ അല്ല 1 ഇന്നർ ആംഗിൾ പറഞ്ഞാൽ അവിടെ ടോട്ടൽ ആംഗിളിനെ നമ്പർ ഓഫ് സൈഡ്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ട്രയാങ്കിൾ ആകുമ്പം 3 സൈഡ്സ് വെച്ച് ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ 360, അവരുടെ 4 സൈഡ്സ് വെച്ച്. പെന്റഗൺ ആകുമ്പോൾ 540, അതിന്റെ 5 സൈഡ്സ് വെച്ച്.
പക്ഷേ ഔട്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഔട്ടർ സെയിം ആണ്. അപ്പോൾ എല്ലാവരും 360 ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്. പക്ഷേ ഡിവൈഡ് ചെയ്യേണ്ട സൈഡ്സ് മാത്രം ട്രയാങ്കിൾ 3, സ്ക്വയർ 4 ആൻഡ് പെൻറ്റഗൺ 5 അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 120, 90, 72 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ കാണുക, തന്നെ ഒന്ന് ചെയ്ത് നോക്കുക മക്കളെ. താങ്ക് യു.